നമസ്കാരം, ബ്രഹ്മ ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തിയതോടെ രാജ്യത്തെ ശ്രദ്ധിക്കുന്ന മണ്ഡലമായി മാറിയിരിക്കുകയാണ് വയനാട്. രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലം റെക്കോർഡ് പോളിംഗിലേക്ക് കുതിക്കുകയാണ്. ആദ്യത്തെ 3 മണിക്കൂർ പിന്നിട്ടതോടെ വയനാട്ടിൽ പോളിംഗ് ശതമാനം 30-ലേക്കാണ് കടന്നത്. വൻ പോളിംഗ് ശതമാനം ആർക്ക് ഗുണം ചെയ്യുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇത്തവണ രാഹുൽ ഗാന്ധി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വയനാട്ടിൽ നിന്ന് ജയിക്കുമെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടിംഗ് യന്ത്രത്തിൽ തകരാറുണ്ടെന്ന പരാതികൾ ഉയർന്നതിനെ തുടർന്ന് NDA സ്ഥാനാർത്ഥിയും BDJS നേതാവുമായ തുഷാർ വെള്ളാപ്പള്ളി റീപോളിംഗ് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു. അരപ്പട്ടയിലെ മൂപ്പനാട് പഞ്ചായത്തിലെ CMS ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ബൂത്ത് നമ്പർ 79-ലെ വോട്ടിംഗ് യന്ത്രത്തിലാണ് തകരാറ് സംഭവിച്ചത്. എന്നാൽ യന്ത്ര തകരാർ കണ്ടെത്തിയിട്ടും ഇക്കാര്യം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യന്ത്രം മാറ്റിയില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി ആരോപിച്ചു. അതുകൊണ്ട് തന്നെ റീപോളിംഗ് നടത്തണമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ച തുഷാർ വെള്ളാപ്പള്ളി അധികൃതർക്ക് കത്ത് നൽകി. അതേസമയം കേരളത്തിൽ പരക്കെ വോട്ടിംഗ് യന്ത്രങ്ങളിൽ തകരാറുണ്ടായതിൽ വിശദീകരണവുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ രംഗത്ത് വന്നു. യന്ത്രങ്ങളിൽ ഉണ്ടായ തകരാറ് സ്വാഭാവികമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത മഴയും ഇടിമിന്നലും ഉണ്ടായത് മൂലം വോട്ടിംഗ് യന്ത്രങ്ങളിൽ ഈർപ്പമുണ്ടായി. ഇതാണ് ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാറ് സംഭവിക്കാൻ കാരണമായതെന്നും ഇക്കാര്യം ജില്ലാ കളക്ടർമാർ പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ചില സ്ഥലങ്ങളിൽ വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറുണ്ടാകുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. വളരെ സെൻസിറ്റീവായ യന്ത്രത്തിൽ ചില തകരാറുകൾ സംഭവിച്ചേക്കും. ഇത് റിട്ടേണിംഗ് ഓഫീസർമാർ പരിഹരിക്കുന്നുണ്ട്. എന്നാൽ വ്യാപകമായ തകരാറുകൾ ഉണ്ടെന്ന ആരോപണം തെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. OP 160/18 കക്ഷി സജിത് കുമാർ അമ്മണിപ്പിള്ള, എതിർകക്ഷി കാന്തി ശിവദാസൻ. Welcome to a life in the midst of nature. Presenting Raindrops at Kakinad. Kesadal Developers. Stay happy.